വല്ലച്ചിറ ഉങ്ങുംചോട് നിർമ്മാണം പൂർത്തിയായ BMBC റോഡിന് തകരാർ. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കരാറുകാരൻ പ്രശ്നം പരിഹരിച്ചു. തൈക്കാട്ടുശ്ശേരി മുതൽ വല്ലച്ചിറ ഷാപ്പു വരെയുള്ള പുതിയ BMB റോഡ് നാട്ടുകാരുടെ ഏറെ കാത്തിരിപ്പിനൊടുവിലാണ് യാഥാർത്ഥ്യമായത്. ഒല്ലൂർ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഉങ്ങുംചോട് വഴിയുള്ള റോഡ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ ഉങ്ങുംചോട് ഉൾപ്പെടുന്ന ഭാഗത്ത് റോഡിന്റെ തകരാർ നേരത്തെ കണ്ടെത്തി. നേർത്ത കനത്തിലാണ് ഈ ഭാഗം ടാർ ചെയ്തിരിക്കുന്നത്. ടൺ കണക്കിന് ഭാരമുള്ള ടോറസ് വാഹനങ്ങളാണ് പുതിയ റോഡിലൂടെ കടന്നുപോയിരുന്നത്. നിർമ്മാണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴ്ന്ന നിലയിലായി. റോഡിന്റെ അരിക് അകത്തുനിന്ന് തള്ളി പുറത്തായ നിലയിലുമായിരുന്നു. ഉങ്ങുംചോട് സെന്ററിൽ ഒരടി നീളത്തിലാണ് നേരത്തെ വിള്ളൽ രൂപപ്പെട്ടത്. ദിവസങ്ങൾക്കകം ഇത് 20 മീറ്ററിലേറെ നീളത്തിൽ വിള്ളൽ രൂപപ്പെട്ട നിലയിലായി. തകരാർ ശ്രദ്ധയിൽപ്പെട്ടതോടെ ബന്ധപ്പെട്ടവർ താൽക്കാലികമായി സിമന്റ് ചെയ്തും ടാർ ചെയ്തും പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. വിദ്യാർത്ഥികളടക്കമുള്ളവർ റോഡിലെ വിള്ളലിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് പതിവായി. റോഡിലെ വിള്ളൽ കൂടിയതോടെ ഞായറാഴ്ച പ്രശ്നം പരിഹരിക്കാൻ കോൺട്രാക്ടർ രംഗത്തെത്തി. അടിയന്തരമായി റോഡിലെ വിള്ളലിൽ ടാറിംഗ് നടത്തുകയായിരുന്നു ലക്ഷ്യം. ഇത് വല്ലച്ചിറ 1-ാം വാർഡ് മെമ്പർ അനിത ശൈലേന്ദ്രന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. ഞങ്ങളിവിടെ ടാർ പണി കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. പക്ഷെ അപ്പോഴേക്കും ടാറൊക്കെ പൊട്ടി പൊളിഞ്ഞ ആൾക്കാർ വണ്ടി അപകടത്തിൽ വീഴുന്ന ഒരു സ്ഥിതിയിലാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ നാട്ടുകാർ കുറച്ച് മണ്ണൊക്കെ ഇട്ട് താൽക്കാലികമായി അടച്ചതാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ സിമെൻ്റ് ഇട്ട് അടയ്ക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും അവർ വന്ന് പാച്ച് വർക്കിന് വന്നിരിക്കുക. അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും നമുക്ക് തീർന്നു കഴിയുമെന്ന് തോന്നുന്നില്ല. സൈഡൊക്കെ പൊട്ടി പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉടനെ ഉണ്ടാവണം. ഇത് കട്ട് ചെയ്ത് പുതിയതായിട്ട് വീണ്ടും ടാർ ചെയ്ത് കിട്ടിയാൽ മാത്രമേ. വണ്ടികളാന്ന് വെച്ചാൽ ചീറിപ്പാഞ്ഞ വരുന്നത്. പുതിയ റോഡായതുകൊണ്ട് നല്ല സ്പീഡിലാണ് പോണത്. അപകടങ്ങൾ കൂടുതൽ സാധ്യതയുണ്ട്. കുട്ടികളും ഒക്കെ സ്കൂളിൽ പോണ വഴിയാണ്. വിണ്ടുകിടക്കുന്ന 20ഓളം മീറ്റർ ഭാഗം പൊളിച്ച് പുനർനിർമ്മിക്കണമെന്ന പ്രദേശവാസിയായ നവീൻ കുമാർ പറഞ്ഞു. ഈ റോഡെന്ന് പറയുന്നത് ഒരു BMBC നിലവാരത്തിൽ പെടുന്ന റോഡാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഒരു റബ്ബർ ഷീറ്റിൻ്റെ കനം പോലും ഇല്ലാത്ത ടാറിങ്ങാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിലൂടെ തന്നെ ഇപ്പോൾ പോകുന്ന വണ്ടികളെല്ലാം തന്നെ നല്ല സ്പീഡിലാണ് പോകുന്നത്. ബൈക്കുകളും ചെറിയ വാഹനങ്ങളൊക്കെ തന്നെ ഈ കുഴികളിൽ ചാടിയിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇത് അറിഞ്ഞിട്ട് അവർ വന്നിരിക്കുന്നത് ഈ ടാർ ചെയ്ത് പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ടാർ ചെയ്ത് പാച്ച് ചെയ്യുന്നത് ഇത്രയും പുതിയ റോഡിന് ഗവൺമെൻറ് ഉറപ്പ് നൽകുന്നുണ്ട്. എല്ലാ റോഡുകൾക്കും ഇത്ര വർഷത്തെ ഗുണമേന്മയും മെയിൻ്റനൻസും ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാച്ചിങ് എന്ന് പറഞ്ഞ സംവിധാനം ഇവിടെ സംഭവിക്കാം. ഞങ്ങൾ അനുവദിക്കുന്നതല്ല. ഞങ്ങൾക്ക് ആവശ്യമെന്ന് പറയുന്നത് ഈ റോഡ് എങ്ങനെയാണോ പ്രോപ്പറായിട്ട് ഇത് ചെയ്യേണ്ടത് അതേപോലെ കട്ട് ചെയ്ത് റീടാറിങ് ചെയ്യേണ്ട രീതിയിലാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് അതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾക്ക് അത് കിട്ടുക തന്നെ വേണം. നാട്ടുകാർ തങ്ങളുടെ ആവശ്യത്തിൽ ഉറച്ചുനിന്നതോടെ കോൺട്രാക്ടർ ഇത് അംഗീകരിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ട പ്രകാരം JCB ഉപയോഗിച്ച് തകർന്ന റോഡ് വീണ്ടും പൊളിച്ച് പുനർനിർമ്മിച്ചു. ലക്ഷങ്ങൾ ചെലവാക്കി നിർമ്മിച്ച BMBC റോഡിലെ തകരാർ മണിക്കൂറുകൾക്കകം പരിഹരിക്കപ്പെട്ടത് ഉങ്ങുംചോടിലെ നാട്ടുകാരുടെ കൂട്ടായ പ്രതിഷേധത്തിന്റെ ഫലമാണ്.